പാമ്പുകളുടെ ഇപ്പോ ഒരു കടി കിട്ടി, ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് വരിക എന്നുള്ളത്. ഇപ്പൊ ഒരാൾക്ക് നമ്മുടെ കൊത്തു കിട്ടിയെന്ന് വിചാരിക്കുക, ഉടനെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ചികിത്സയാണ്, എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്? നമ്മളിപ്പം അതിന് എളുപ്പത്തിൽ പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ്. RIGHT. ശരിയായി. ശരിയായി. ഡു ഇറ്റ് റൈറ്റ്. RIGHT. അല്ല റീഅഷ്വർ. കടി കിട്ടിയ ആളെ സമാധാനിപ്പിക്കുക. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം പല ആളുകളും പലതരത്തിലാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ വരെ പേടിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് വർഷങ്ങൾ മുന്നേ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന പോലെ വിഷമില്ലാത്ത പാമ്പാണെന്ന് അറിയാം, 100% ഉറപ്പാണ് വിഷമില്ലാത്ത പാമ്പാണെന്ന്. അതിനെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പടത്തേക്ക് കൊണ്ടുവിടുന്നതിൻ്റെ ഇടയിൽ കടിച്ചു. 10 പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. അതായത് ഇത് വിഷമില്ലാത്ത പാമ്പാന്ന് അറിയുന്ന ഒരാളുടെ അവസ്ഥയാണ്. അപ്പോൾ അത് അറിയാത്ത ആൾക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും. പക്ഷെ നമുക്ക് ആശ്വസിപ്പിക്കാം. അതിൽ ഇപ്പം നമ്മൾ 2000 മുതൽ 2019 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ 1 മില്യൺ സ്നേക്ക് ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്. വേൾഡിന്റെ സ്നേക്ക് ബൈറ്റ് ക്യാപിറ്റലാണ് ഇന്ത്യ. ഏതാണ്ട് 10 ലക്ഷം ആളുകളാണ് 20 വർഷത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആവറേജ് എടുത്താൽ ഒരു വർഷം 50,000 ആളുകൾ മരിക്കുന്നു. അതന്നെയല്ലേ ഏറ്റവും കൂടുതൽ മരണകാരണമാവുന്ന. അപ്പൊ അതില് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് ഒരു 5 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ 100-ൽ മീതെ മരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ സർപ്പ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ തരം ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിൽ ഇത് വളരെയധികം താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2025 വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ 26 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ 100-ന് മീതെ ഉണ്ടായിരുന്ന നമ്പറിൽ നിന്ന് വളരെയധികം താഴേക്ക് വന്നു. വന്നതിന് ഒരുപാട് കാരണങ്ങൾ. ഒരു വർഷം 25 പേരുന്ന അതായത് 100-ന് മീതെ ഉണ്ടായിരുന്നു. അത് 2021-22 എനിക്ക് തോന്നുന്നു 40 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ 26. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 28-ഓ 30-ഓ കൃത്യം എനിക്കറിയില്ല, നോക്കണം. അപ്പൊ താഴോട്ടാണ് വരുന്നത്. അപ്പൊ അതൊന്ന്. അപ്പൊ അത് എന്തുകൊണ്ട് ഇങ്ങനെ കുറയുന്നു എന്നുള്ളതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പം 50,000 പേരുടെ അടുത്ത് ഇന്ത്യയിൽ ഒട്ടാകെ മരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്രയും കുറവ്. അതിനർത്ഥം കേരളത്തിൽ കടികളില്ല എന്നുള്ളതല്ല. ഏതാണ്ട് 3,000-നും 5,000-നും 8,000-നും അടുത്ത് പാമ്പ് കടികൾ ഒരു വർഷം നമുക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വലിയൊരു ശതമാനം ആളുകളെ നമ്മുടെ സിസ്റ്റം രക്ഷപ്പെടുന്നു. നമുക്ക് പോകാൻ ആശുപത്രികളുണ്ട്, ചികിത്സിക്കാൻ അറിയുന്ന വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ആശുപത്രിയിൽ പോകണമെന്ന് ബോധം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. പിന്നെ താരതമ്യേന മറ്റുള്ള പ്രദേശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മികച്ച ജീവിത നിലവാരം എന്നുള്ളതൊരു ഫാക്ടർ തന്നെയാണ്. അതായത് പുറം സംസ്ഥാനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളിൽ വലിയൊരു ശതമാനവും നിലത്ത് കിടന്നുറങ്ങുന്നവരോ മണ്ണിൽ പണിയെടുക്കുന്നവരോ ആണ്. അപ്പൊ ഇവിടെയും നമ്മുടെ ഇവിടെയും കടി വരുന്നതിൽ ഈ പറയുന്ന പോലെ കൃഷി അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ വളരെ അടുത്തൊരു കണക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ MNRGSൽ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾക്കും കടി ഏൽക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വനംവകുപ്പ് കുറച്ച് ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയൊക്കെ ഉള്ളപ്പോഴും കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകളെ രക്ഷിച്ചെടുക്കുന്നുണ്ട്, അതിന് പറ്റുന്നുണ്ടെന്ന് നമുക്കത് ശ്വസിപ്പിക്കാം. ലൈക്ക് ആളെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കാം. റീഅഷ്വർ എന്ന് പറയുന്ന കാര്യത്തിൽ, അതായത് ഇപ്പം 130 പാമ്പുണ്ട്, അതിൽ 4 അല്ലെങ്കിൽ ഈ പറയുന്ന 5 മനുഷ്യമരണത്തിന് കാരണമാകുന്നുള്ളൂ എന്നുള്ള തരത്തിലുള്ള ആളെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. ഇമ്മൊബിലൈസ് എന്നാണ് പറയുന്നത്. കടി കിട്ടിയ ആളെ നമ്മൾ കായികമായിട്ട് അധ്വാനിപ്പിക്കാതെ, അയാളെ അനക്കാതെ കസേരയിലോ സ്ട്രക്ചറിലോ ആംബുലൻസിൽ നടക്കാൻ സമ്മതിക്കാതെ ആശുപത്രിയിലേക്ക് കായികമായിട്ട് അധ്വാനിപ്പിക്കാതിരിക്കുക, ഫിസിക്കലി എക്സർട്ട് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് രക്തത്തിലേക്ക് കൂടുതൽ പ്രദേശത്തേക്ക് ഈ വെനം എത്താതിരിക്കാൻ ഉള്ള മാർഗമാണ്. GH ഗോ ടു ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് ആന്റിവെനം ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് പോകണം. അതായത് ഈ ആന്റിവെനം ചികിത്സ എന്ന് പറയുമ്പോൾ, ആന്റിവെനം എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷം പാമ്പിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് കുതിരയുടെ ശരീരത്തിൽ നേരിയ അളവിൽ കുത്തിവെച്ച് കുതിരയുടെ ശരീരത്തിൽ അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ് നമ്മൾ ആന്റി സ്നേക്ക് വെനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരം അതിനെയും റിജക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിനെതിരെയും അലർജി പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ മോണിറ്റർ ചെയ്യാനും എല്ലാത്തിനും സൗകര്യമുള്ള ആന്റിവെനം അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് ആശുപത്രി? ഒരുപാട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അതത് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകൾ, അതേപോലെ ഓരോ ജില്ലയിലും ഉണ്ട്. താലൂക്ക് ആശുപത്രികളുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു സ്റ്റെപ്പും കൂടി പോയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ നേരെ അവിടെ പോവുക, ഇത്രയും ഡോസ് ആന്റിവെനം എടുത്ത് അവിടെ നിന്ന് അവർ റെഫർ ചെയ്യുന്ന. അല്ല നമ്മൾ നേരെ ഈ പറയുന്ന ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് എത്തുമെങ്കിൽ
മികച്ച അവിടേക്കാണ് തന്നെയാണ് പോകുന്നത്. അപ്പൊ അത് നമുക്കിപ്പോൾ ഓരോ പ്രദേശം എടുത്താൽ അവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് മെഡിക്കൽ കോളേജിലായിരിക്കും. ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് ജൂബിലി മിഷനാണ്. ഈ പറയുന്ന 2 സ്ഥലത്തും ഫ്രീ ആയിട്ടാണ് ആന്റിവെനം ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ ഇത് ഓരോ സ്ഥലത്തും കോഴിക്കോടാണെങ്കിൽ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ പമ്പൻ വിഷം വന്നിട്ടുള്ള ചികിത്സയിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ കേരളം ഇറ്റ്സെൽഫ്. ഡോക്ടർ ജയേഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് ഡോക്ടർമാർ അത് ഈ പാമ്പുകളല്ല, ഇതല്ലാത്ത ആന്റിവെനം ഇല്ലാത്ത ചില പാമ്പുകളുടെ കടിയും ഈ അടുത്തായിട്ട് കൂടി വരുന്നുണ്ട്, സംസാരിക്കാം. അതിനെയൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവിടുത്തെ ടീം മാനേജ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ബേബി മെമ്മോറിയൽ ഉണ്ട്, മിംസ് ഉണ്ട്, ഈ പറയുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതിനാണ് ഇപ്പൊ ഈ പറയുന്ന സർപ്പ അല്ലെങ്കിൽ സ്നേക് പീഡിയ പോലെയുള്ള ആപ്പുകളെ ആശ്രയിക്കുന്നത്. സർപ്പ ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മളിപ്പോൾ സ്വിഗ്ഗിയോ സൊമാറ്റോ ഊബറോ ഒക്കെ പോലെ തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂറിനെ അതിൽ ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഇതേപോലെ ആന്റിവെനം ചികിത്സയുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് അവിടെയുണ്ട്. അപ്പൊ നമ്മൾ ഒരാൾക്കൊരു കടി കിട്ടി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ആന്റിവെനം ഉള്ള എന്നാൽ ആളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അവിടെ വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. 1 മണിക്കൂറിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതല്ല, പക്ഷേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഗോൾഡൻ അവർ വളരെ ക്രൂഷ്യലാണ്. അതിനുള്ളിൽ എത്തിക്കാൻ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു ഈവൻ വയനാടും ഇടുക്കിയിൽ വരെ 1 മണിക്കൂറിനുള്ളൊക്കെ എത്താവുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ആണ് വരുന്നൊരു സിറ്റുവേഷൻസ് ഉള്ളത്, സെയിം ഇടുക്കിയിലും. അപ്പോൾ റീഅഷ്വർ, ഇമ്മൊബിലൈസ്, GH, ഗോ ടു ഹോസ്പിറ്റൽ ആൻഡ് ഫൈനലി ടെൽ ദ ഡോക്ടർ. കണ്ട കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങളോ നമ്മൾ പ്രശ്നങ്ങളോ എല്ലാം ഡോക്ടറോട് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് തല്ലിക്കുന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുപ്പിയിലാക്കിയോ കൊണ്ടിരുന്നതാണ്. അത് ചെയ്യാൻ നിന്ന് കൂടുതൽ അപകടം ഉണ്ടാക്കി വെക്കരുത്. പക്ഷെ നിങ്ങളൊരു ഫോട്ടോ എടുത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഈ ചികിത്സയ്ക്കും എല്ലാത്തിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഇപ്പൊ ആന്റിവെനം ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു പാമ്പാണ് കടിച്ചത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആന്റിവെനം കൊടുക്കാതിരിക്കാം. ഡയാലിസിസ് പോലുള്ള ട്രീറ്റ്മെന്റോ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റോ കൊടുക്കാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കും. അപ്പോൾ പാമ്പിനെ നമ്മൾ പാമ്പ് കടിച്ചാൽ പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോകണോ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകണോ ഇല്ല. ഡോക്ടർമാർ അത് നോക്കിയിട്ടല്ല ചികിത്സിക്കുക. അവർ രക്തത്തിൽ വിഷം കലർന്നിട്ടുണ്ടോ മറ്റ് ഈ സിംറ്റംസ് നോക്കിയിട്ടൊക്കെയാണ് അവർ ചികിത്സിക്കുക. പക്ഷെ നമുക്ക് സേഫായിട്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കൊണ്ടുവന്നാലേ ചികിത്സിക്കൂ ഇല്ല. പ്രോട്ടോകോൾ എന്ന് പറയുന്ന അവർ രക്തം പരിശോധിക്കും, ഒബ്സർവേഷനിൽ വെക്കും. ഈ ആളിൽ ഈ പാമ്പ് കടിയേറ്റതിന്റെ സിംറ്റംസ് ഏതൊക്കെ തരത്തിൽ വരുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് ആന്റിവെനം ചികിത്സ നൽകുന്നത്. ഈ പാമ്പ് കടിക്ക് ആന്റിവെനം ചികിത്സയാണോ ഉള്ളത്? അത് മാത്രമാണോ ഉള്ളത്? പാമ്പ് കടിക്ക് ആന്റിവെനം ചികിത്സ മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ രക്തത്തിനകത്ത് കയറുന്ന വിഷത്തെ നിർവീര്യമാക്കാനായിട്ട് ആന്റിവെനത്തിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ പുറത്ത് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സോപ്പിട്ട് കഴുകരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ നായ കടിക്കുന്ന അല്ലെങ്കിൽ റാബീസിന്റെ സിറ്റുവേഷനിൽ വൈറസോ അതല്ലെങ്കിൽ ഈ പറയുന്ന വേറെ വല്ല ജീവികളുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഒഴിവാക്കാൻ നമ്മൾ സോപ്പിട്ട് കഴുകുന്ന പോലെ. അപ്പോൾ വെനം നമ്മുടെ പുറത്തിരുന്നാലോ തൊലിയുടെ അവിടെ ഇരുന്നാലോ ഒന്നും സംഭവിക്കാനില്ല. നമ്മളിത് കഴുകുമ്പോഴോ അമർത്തുമ്പോഴോ ഈ വിഷം കൂടുതൽ അകത്തേക്ക് കയറി പ്രശ്നമൊന്നും ആവാതെ അല്ലെങ്കിൽ ആ സമയം കളയാതിരിക്കാനാണ് സോപ്പിട്ട് കഴുകണ്ട. ടൂർണിക്കെ അത്തരത്തിൽ കെട്ടുകളൊന്നും പാടില്ല. ടൂർണിക്കെ പാടില്ല എന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വന്നു. പിന്നെ അഡ്വൈസബിൾ ആയിട്ട് പറയുന്നത് ഒരു പ്രഷർ ബാൻഡേജ് എന്ന് പറയുന്നതാണ്. അത് കുഴപ്പം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പൊതുജനമോ സാധാരണക്കാരോ ഒന്നും ഇതിൽ പ്രോപ്പർലി ട്രെയിൻഡ് അല്ല. അപ്പൊ അവര് പലപ്പോഴും ഇത് ചെയ്യുന്നത് നല്ലതിനേക്കാൾ മോശമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സും എല്ലാവരും പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആളെ എത്തിക്കുക എന്നുള്ളതാണ്.